ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പള്ളിയിൽ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ ഒരു പാപ്പാനി ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ പള്ളിയിലുള്ള യൂത്തിലെ പിള്ളേരെല്ലാം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതോടുകൂടി തന്നെ പിള്ളേർ മാത്രമല്ല, നമ്മുടെ പള്ളി അച്ഛൻ, നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ അച്ഛൻ നല്ല ഫുൾ സപ്പോർട്ടാണ് നമ്മളോടെ. നല്ല വൈബാണ് അച്ഛൻ. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു രീതിയിൽ വലിയ എമൗണ്ടൊന്നും ആകാത്ത രീതിയിലൊരു തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ പറയാം, ഒരു പാപ്പാനിയും ഉണ്ടാക്കി. കാരണം ഇതിന് വലിയ എമൗണ്ടൊന്നും ആയിട്ടില്ല, വലിയ പൈസ ഒന്നും ആയിട്ടില്ല. കൂടുതൽ ഞങ്ങൾ കുറച്ച് കൂടിപ്പോയി 2 ദിവസത്തെ നൈറ്റ് വർക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഒത്തിരി നേരമൊന്നും അല്ല, ഒരു 10-10:30 വരെ നമ്മൾ നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പള്ളിയിൽ തന്നെ ഉള്ള കമ്പൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ട്. പിന്നെ ഇതിനുള്ളിൽ ഫുള്ള് നമ്മൾ നിറച്ചിരിക്കുന്നത് നമ്മളെ വാഴക്കച്ചിയില്ലേ, വാഴക്കച്ചി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. വാഴയില അത് ഉണങ്ങിയതുണ്ട്, അതാണ് നമ്മളിതിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ ഒരളവിൽ തുണിയൊക്കെ എടുത്ത് തയ്ച്ച് മെഷീൻ അടിച്ച് തയ്ച്ചിട്ടാണ് നമ്മളതിനെ പപ്പാനിക്കുള്ള. അത്ര വലിയ പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല, എങ്കിലും ന്യൂ ഇയറായിട്ട് നമുക്ക് ഫോട്ടോ വെച്ചിലും അല്ലെങ്കിൽ പോയി ന്യൂ ഇയർ പാപ്പാനിയൊക്കെ എത്തിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പള്ളിയിലുള്ളവർക്കൊക്കെ ഒരു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു രീതിയിൽ തട്ടിക്കൂട്ടി ഒരു പാപ്പാനി ഉണ്ടാക്കി. എല്ലാം കൂടെ ഒരു 800 രൂപ എന്തോ തുണിക്കായതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ പൈസ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ പോയി ഇതൊരു നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു നല്ല ഹൈറ്റിലാണ്, ഞങ്ങളെക്കാൾ നല്ല ഹൈറ്റിലുള്ളതായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഏണിയൊക്കെ വെച്ചാണ് മേളിൽ കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പം കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ രൂപം കണ്ടതിന് ഞങ്ങൾക്ക് തന്നെ ചിരി വന്നു. കാരണം അത് പാപ്പാനിയാണോ അതോ വേറെ വല്ലതും ആണോ എന്നുള്ള രീതി ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. നമ്മൾ വലിയ കലാകാരന്മാരൊന്നും അല്ല, എങ്കിലും ഞങ്ങൾക്ക് ഒരു നേരം പോക്കായിരുന്നു. കാരണം തമാശയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ടൈം പോയത് അറിഞ്ഞില്ല. അവിടെ പോയി ലിജ പിടിച്ചോളൂ, ഇവിടെ വീടിനാണ് 4 പേരുണ്ട്, പേടിക്കണ്ട. ഏണി എല്ലാവരുടെ വീടുമില്ല. അങ്ങോട്ട് ഒന്ന് വിട്ടോ റോഗിനെ. ഫുള്ള് നമ്മുടെ പണി കഴിഞ്ഞപ്പം പപ്പാനി ഏകദേശം ഈ രൂപത്തിലായി. ഞങ്ങൾക്ക് തന്നെ ഇത് കണ്ടപ്പോൾ നല്ല ചിരി വരുമായിരുന്നു, ഈ രൂപം കണ്ടപ്പോൾ തന്നെ. ഏകദേശം നമ്മൾ ഈ ഒരു രൂപത്തിലെത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ന്യൂ ഇയറിൻ്റെ രാത്രി പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാപ്പാനെ നമ്മുടെ പള്ളിയിലെ അച്ഛൻ കത്തിച്ച് എന്നെ തീ കൊടുത്തു. പാപ്പാനിയെ ഉണ്ടാക്കിയത് അത്ര ഒത്തിട്ടൊന്നുമില്ല, എങ്കിലും ഭക്ഷണം കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കിതൊരു നല്ലൊരു നേരം പോക്ക് തന്നെയായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു തമാശയൊക്കെ പറഞ്ഞ് കളിയും ചിരികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഈ നിമിഷം. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ന്യൂ ഇയറിൻ്റേതായ എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 2025 ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടായിരിക്കും. അതൊക്കെ മറന്ന് 2026 കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടുതൽ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ന്യൂ ഇയറിൻ്റേതായ എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.